റൗണ്ട് റോബിൻ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് SJF CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ദ തേർഡ് അൽഗോരിതം ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ്. ഇത് വളരെ സിമ്പിളാണ്. ബാക്കി 3 മെത്തേഡുകളെ അപേക്ഷിച്ച് ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് CPU ഷെഡ്യൂളിംഗ് വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ പ്രോസസ്സ് അലോട്ട് ചെയ്യുന്നത് വരുന്ന അറൈവൽ ടൈമിന് അതേ ഓർഡറിൽ തന്നെയാണ് CPUവിന് പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ ഈ FCFS ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് CPU ഷെഡ്യൂളിംഗ് ഒരു നോൺ പ്രീഎംപ്റ്റീവ് മെത്തേഡാണ്. നോൺ പ്രീഎംപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പ്രോസസ്സിന് CPU അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പ്രോസസ്സ് CPU നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കോണ്ടം കാണും. അത് നമ്മൾ റൗണ്ട് റോബിനിൽ ചെയ്തതുപോലെ ഒരു പർട്ടിക്കുലർ ടൈം കോണ്ടം കാണും. ആ ടൈം കോണ്ടം കഴിയുമ്പം അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും CPU നിന്ന് അത് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ FCFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ പ്രീഎംപ്റ്റീവ് CPU ഷെഡ്യൂളിംഗ് മെത്തേഡാണ്. ഇതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 95% SJFSൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് FCFS വർക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു പർട്ടിക്കുലർ പോർഷൻ മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ SJFS നിന്ന് ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് FCFS ആയി മാറും. അതുപോലെ FCFSൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ പോർഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് SJFSും ആയി മാറും. ഇത് രണ്ടും പ്രോഗ്രാം വളരെ രണ്ട് ഐഡൻറ്റിക്കലാണ്. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മറ്റേ പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇതിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യൂസർ നമ്മൾ പ്രോസസ്സ് ഓരോന്നും അറൈവൽ ടൈമും ബസ് ടൈമും റീഡ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അറൈവൽ ടൈമിൻ്റെ അതേ ഓർഡറിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. പ്രോസസ് എൻറ്റേഴ്സ് ദ സിസ്റ്റം ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ദേ അറൈവ്. അതായത് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് അത് അറേഞ്ച് ചെയ്യുന്നു. അത് എല്ലാ ഈ 2 റൗണ്ട് റോബിനിലായാലും SJFSലായാലും ആദ്യം ചെയ്യുന്ന മെത്തേഡ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അറൈവൽ ടൈമിന് ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നു. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളെ നമ്മൾ റെഡി ക്യൂവിലേക്ക് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് മാറ്റുന്നു, റെഡി ക്യൂവിലേക്ക് നീക്കുന്നു. അതായത് ആസ് ടൈം പാസസ് ദ പ്ലേസ് ഈച്ച് പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് അറൈവൽ ടൈം. അതും നമ്മൾ 2 പ്രോസസ്സ് നേരത്തെ പറഞ്ഞ റൗണ്ട് റോബിനിലായാലും SJFSലായാലും ഇതേ മെത്തേഡിൽ തന്നെയാണ്. നമ്മൾ എത്ര പ്രോസസ്സുകൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് 0th ടൈമിൽ നമ്മളെ പ്രോസസ്സ് ലിസ്റ്റിനകത്ത് ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ, 1 or more than പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സുകളെല്ലാം വരുന്ന അതേ ഓർഡറിൽ നമ്മൾ റെഡി ക്യൂയിലേക്ക് വരുന്നു. ഇനി ആ ടൈമിൽ പ്രോസസ്സ് ഇല്ല എങ്കിൽ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ടൈമിൽ ഉള്ള പ്രോസസ്സുകളുണ്ടെങ്കിൽ അതിനെല്ലാം വരുന്ന അതേ അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ നമ്മൾ റെഡി ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി CPUവിനെ റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ CPUവിനെ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി CPUവിനെ അലോട്ട് ചെയ്യുക. അത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് ആയതുകൊണ്ട് അത് ഒരു CPUവിന് ഒരു പ്രോസസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിന് CPUവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അത് CPU നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നത് the CPU allocates to the process at the front of the ready queue and execute until it completes. അത് നോൺ പ്രീഎംപ്റ്റീവ് ആയതുകൊണ്ടാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ആ CPUവിനെ ആ പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കും. അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് when the process is finished it removed from the ready queue. അത് നോർമലി മറ്റേതിൽ ചെയ്തതുപോലെ തന്നെയാണ്, SJFSൽ ചെയ്തതുപോലെ തന്നെ. അത് നോൺ പ്രീഎംപ്റ്റീവ് ആയതുകൊണ്ട് ആ പ്രോസസ്സ് CPU അലോട്ട് ചെയ്ത് അത് ഫിനിഷ് ആകുമ്പോൾ റെഡി ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യും.
നമ്മൾ റൗണ്ട് റോബിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡി ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യും. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും അത് റെഡി ക്യൂവിൻ്റെ ലാസ്റ്റിൽ പോയി നിൽക്കും. അത് പ്രിഎംപ്റ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഈ 4 സ്റ്റെപ്പാണുള്ളത്. ഇനി ഈ സ്റ്റെപ്പ് 2 to 4 വീണ്ടും അടുത്ത പ്രോസസ്സിനെ എടുക്കുന്നു, CPU-ന് അലോട്ട് ചെയ്യുന്നു, അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുന്നു, വീണ്ടും അടുത്ത പ്രോസസ്സ്. ഈ സ്റ്റെപ്പ് 2 to 4 കംപ്ലീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്നു until there are no more process left both in ready queue and process list. റെഡി ക്യൂവിലും പ്രോസസ് ലിസ്റ്റിലും ഒരു പ്രോസസ്സും ബാക്കി വരുന്നത് വരെ, ഒരു പ്രോസസ്സും ഇല്ലാതാകുന്നത് വരെ ഈ സ്റ്റെപ്പ് 2 മുതൽ 4 വരെ ഉള്ള സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ SJFSൻ്റെ അതേ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതിനകത്ത് നടക്കുന്നതെന്ന്. SJFSൽ നടക്കുന്ന ഇത് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. വരുന്ന പ്രോസസ്സിനെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾ റെഡി ക്യൂവിലേക്ക് മാറ്റുന്നു. അത് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് ആ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം എത്തുമ്പോൾ അതിനെ വരുന്ന ഓർഡറിൽ റെഡി ക്യൂവിലേക്ക് മാറ്റുന്നു. പക്ഷേ SJFSനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ റെഡി ക്യൂവിൽ ഷോർട്ടസ്റ്റ് ജോബിനെ ബേസ് ചെയ്ത് ഇരിക്കുന്ന പ്രോസസ്സ്, റെഡി ക്യൂവിനുള്ളിലിരിക്കുന്ന പ്രോസസ്സ്, പെൻഡിങ് ആയിട്ടിരിക്കുന്ന പ്രോസസ്സുകളെല്ലാം റീഅറേഞ്ച് ചെയ്യും. CPU അലോട്ട് ചെയ്യേണ്ട പ്രോസസ്സിന് മുന്നേ അടുത്ത CPU-ന് ഒരു പ്രോസസ്സ് കൊടുക്കുന്നതിന് മുമ്പ് ആ റെഡി ക്യൂവിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ഇരിക്കുന്നോ ആ ഇരിക്കുന്ന പ്രോസസ്സുകളെല്ലാം ബസ് ടൈമിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് ബസ് ടൈമുള്ള പ്രോസസ്സിനെയാണ് CPU-ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് SJFSൽ ഈ ഒരു പ്രോസസ്സ് മാത്രം ഈ FCFSനകത്ത് ഇല്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം അവിടെ ഒരു സോർട്ടിങ് എന്നുള്ളൊരു റെഡി ക്യൂവിനകത്തൊരു സോർട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അത് നിങ്ങൾ പ്രോഗ്രാം എഴുതിയവർക്കത് മനസ്സിലാവും. നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു മെത്തേഡ് അതാണ്. റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ ആദ്യം അങ്ങ് സോർട്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദ ബസ് ടൈം. അത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. സോർട്ട് ചെയ്തിട്ടാണ് ആ റെഡി ക്യൂവിലിരിക്കുന്ന ഓരോ പ്രോസസ്സിൻ്റെയും നമ്മൾ കംപ്ലീഷൻ ടൈമും ടേൺ അറൗണ്ട് ടൈമും റെസ്പോൺസ് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പ്രോസസ്സിനെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് SJFSനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ്. അവിടെ നമ്മൾ FCFSനകത്ത് നടക്കുന്ന പ്രോസസ്സ്. SJFSനകത്തും ഈ FCFSനകത്തുമുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ SJFSനകത്ത് റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സുകളെല്ലാം ബസ് ടൈമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഒരു സോർട്ടിംഗ് ഇല്ല. ആ സോർട്ടിംഗ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ SJFSും FCFSും സെയിം തന്നെയാണ്. അപ്പോൾ FCFSൻ്റെ കൂടെ ഒരു സോർട്ടിംഗ് മെത്തേഡ്, റെഡി ക്യൂവിലിരിക്കുന്ന സോർട്ടിംഗ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SJFS ആവും. SJFS എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് ആ സോർട്ടിംഗ് മെത്തേഡ്, റെഡി ക്യൂവിലിരിക്കുന്ന സോർട്ടിംഗ് മെത്തേഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ FCFS ആയി മാറും. ഇത് വളരെ ഈസിയാണ്. 2 പ്രോഗ്രാമും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ചെയ്യാനും എളുപ്പമാണ്. ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മറ്റേ പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി രണ്ടാമത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൽ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ ഇന്നതാണ് SJFS മനസ്സിലാക്കി കഴിഞ്ഞാൽ FCFS എളുപ്പമാണെന്ന് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ 2 പ്രോഗ്രാമും കണ്ട് ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഇനി നമുക്കിൻ്റെ ഒരു എക്സാമ്പിൾസ് പരിശോധിച്ച് നോക്കാം. ഇത് നമ്മൾ വരുന്ന 5 പ്രോസസ്സാണ്. നമ്മളിവിടെ കിടക്കുന്ന 5 പ്രോസസ്സാണ്. ഇവിടെ ഞാൻ ആനിമേഷൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം ആനിമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2 അൽഗോരിതം ആനിമേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് ആനിമേറ്റ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാനിത് ആനിമേറ്റ് ചെയ്യുന്നില്ല, കാരണം വെറുതെ ടൈം നമ്മൾ കളയുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന പ്രോസസ്സ് ഇതുപോലെ കിടപ്പുണ്ട്. ഇതിനകത്ത് അറൈവൽ ടൈമുണ്ട്, ബസ് ടൈമുണ്ട്. ഇവിടെ നമ്മൾ FCFS ആണ് അൽഗോരിതം, ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്ന് പറഞ്ഞാൽ അറൈവൽ ടൈമിന് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് നമ്മൾ റൗണ്ട് റോബിനിൽ SJFSലും ചെയ്തതുപോലെ ഇതിനെ അങ്ങ് സോർട്ട് ചെയ്യും. ഏറ്റവും ഫസ്റ്റിൽ വരുന്ന പ്രോസസ്സ് ആദ്യം വരുന്നു. അതിൻ്റെ ബസ് ടൈം എന്തായാലും കുഴപ്പമില്ല, അതിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ 2 മെത്തേഡിലും ഇത് തന്നെയാണ്. ആദ്യം ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെ. വരുന്ന പ്രോസസ്സിനെ അങ്ങ് സോർട്ട് ചെയ്ത് വയ്ക്കും. സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അറൈവൽ ടൈം
ഈ പ്രോസസ്സിനെ ബേസ് ചെയ്ത് ഈ പ്രോസസ്സുകളെ റെഡി ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആദ്യം P4 വരുന്നു, ദെൻ P3 വരുന്നു, ദെൻ P1 വരുന്നു, ദെൻ P5 വരുന്നു, P2 വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പ്രോസസ്സുകൾ വരുന്നു. ഇതെങ്ങനെ ഒരേ സമയം എല്ലാ പ്രോസസ്സും വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 0th ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് 5th യൂണിറ്റ് ഓഫ് ടൈമിലാണ് P2 വരേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ പല കാര്യങ്ങളും പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 0th ടൈമിൽ ഒരു പ്രോസസ്സിനകത്ത് കയറുന്നു. ആ കയറുന്ന പ്രോസസ്സ് നോക്കുമ്പോൾ CPU ഫ്രീ ആണെങ്കിൽ നേരെ അത് CPU യൂസ് ചെയ്യുന്നു, അലോട്ട് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് പറയുന്നത് 3 യൂണിറ്റ് ഓഫ് ടൈമാണ്. അത് 0യിൽ സ്റ്റാർട്ട് ചെയ്ത് 3 യൂണിറ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് P4 കംപ്ലീറ്റ് ആവും. ഈ 3 യൂണിറ്റ് ഓഫ് ടൈം എത്തുമ്പോൾ ഇതിനിടയിൽ ഈ പ്രോസസ് ലിസ്റ്റിനകത്ത് 3 യൂണിറ്റ് ഓഫ് ടൈമിന് അറൈവൽ ടൈം അതിന് താഴോട്ടുള്ള പെൻഡിങ് പ്രോസസ്സുകളുണ്ടെങ്കിൽ അതിനെല്ലാം റെഡി ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം P4 ആദ്യം വരുന്നു. അത് 0th ടൈം ഇൻ്റർവെല്ലായതുകൊണ്ടാണ് അത് ആദ്യം വരുന്നത്. അടുത്ത 1 ഇൻ്റർവെല്ലിലാണ് അടുത്ത് വരേണ്ടത്. അപ്പോൾ P4 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. P4 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 1 ഇൻ്റർവെല്ലാകുമ്പോൾ ഈ P3 എന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്നു. ദെൻ 2 ഇൻ്റർവെല്ലാകുമ്പോൾ P1 എന്നുള്ളത് ഇങ്ങോട്ട് വരുന്നു, റെഡി ക്യൂയിലേക്ക് വരുന്നു. അപ്പോഴും P4 കംപ്ലീറ്റ് ആയിട്ടില്ല. 3 യൂണിറ്റ് ഓഫ് ടൈം വരുമ്പോൾ P4 കംപ്ലീറ്റ് ആയി. അപ്പം P4 പുറത്തേക്ക് പോകുന്നു. അപ്പം ഈ ബാക്കി ഈ റെഡി ക്യൂവിനകത്ത് P3യും P1ഉം കാണും. ഈ P3യും P1ഉം കാണും. SJFSലാണെങ്കിൽ ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. കാരണം ലോവസ്റ്റ് ആദ്യം വരും, ദെൻ ഹയസ്റ്റ് രണ്ടാമതും പോകും. അപ്പം P3 P1ൽ SJFSലാണെങ്കിൽ P1 ആദ്യം വരും, ദെൻ P3 രണ്ടാമതും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. വരുന്ന അതേ ഓർഡറിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. വരുന്ന അതേ ഓർഡറിൽ CPU അലോട്ട് ചെയ്യും. അപ്പോൾ P4 കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ആ മൊമെൻറ്റിൽ തന്നെ P3 CPU അലോട്ട് ചെയ്യും. P3ക്ക് CPU അലോട്ട് ചെയ്യും. അപ്പോൾ P3 CPU യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് ഓഫ് ടൈം. അപ്പോൾ 3ൽ തുടങ്ങി 8 കൂടെ ആകുമ്പോൾ 11ലാണ് അത് അവസാനിക്കുന്നത്. ഇതിന് ഇടയിൽ വരുന്ന ഓരോ യൂണിറ്റ് ഓഫ് ടൈമിലും പെൻഡിങ് പ്രോസസ്സുകളുണ്ടെങ്കിൽ അതെല്ലാം ഈ റെഡി ക്യൂയിലേക്ക് കയറുന്നു. അപ്പോൾ 4 യൂണിറ്റ് ഓഫ് ടൈമിൽ P5 വരുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 യൂണിറ്റ് ഓഫ് ടൈം എത്തുമ്പോൾ P2 ഇതിനകത്ത് കയറുന്നു. പിന്നെ 6 അങ്ങനെ പോകുന്നതിനിടയിൽ ഇനി പെൻഡിങ് പ്രോസസ്സുകളൊന്നും റെഡി ക്യൂയിലേക്ക് വരാനില്ല. അത് 11 യൂണിറ്റ് ഓഫ് ടൈം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് P3 റിമൂവ് ചെയ്ത് പോകുന്നു. P3 റിമൂവ് ആകുമ്പോൾ CPU വീണ്ടും ഫ്രീ ആവുന്നു. അടുത്ത റെഡി ക്യൂവിൽ പെൻഡിങ്ങിലിരിക്കുന്ന P1 ഇതിനകത്തേക്ക് കയറുന്നു. P1ൻ്റെ ബസ് ടൈം 6 യൂണിറ്റ് ഓഫ് ടൈമാണ്. അത് 11th യൂണിറ്റ് ഓഫ് ടൈമിലാണ് CPU യൂസ് ചെയ്ത് തുടങ്ങുന്നത്. 11 + 6 17ൽ ഇത് അവസാനിക്കുന്നു. ഇവിടെ പെൻഡിങ് പ്രോസസ്സുകളൊന്നും ബാക്കി റെഡി ക്യൂയിലേക്ക് വരാനില്ല. 17 കഴിയുമ്പോൾ P1 പുറത്തേക്ക് പോകുന്നു. ദെൻ അടുത്ത P5 ആണ് റെഡി ക്യൂവിൽ ടോപ്പിൽ നിൽക്കുന്നത്. ആ P5നകത്തേക്ക് CPU യൂസ് ചെയ്യുന്നു. ആ P5ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 യൂണിറ്റ് ഓഫ് ടൈമാണ്. ഈ 4 യൂണിറ്റ് ഓഫ് ടൈം ആകുമ്പോൾ 17 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്. 21 യൂണിറ്റ് ഓഫ് ടൈമിൽ P5 കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റായി P5 പുറത്തേക്ക് പോകുന്നു. ദെൻ CPU ഫ്രീ ആവുന്നു. അപ്പം റെഡി ക്യൂവിൽ ബാക്കിയിരിക്കുന്ന P2 യൂസ് ചെയ്ത് തുടങ്ങുന്നു. P2 യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ഓഫ് ടൈമാണ്. 21 + 2 23ൽ CPU പ്രോസസ്സ് അവസാനിക്കുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ വർക്കിംഗ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് വളരെ സിമ്പിളാണ്. മറ്റേതിലൂടെ ഒരു റെഡി ക്യൂവിനകത്തൊരു സോർട്ടിങ് നടക്കുന്നു. ഇനി അവിടെ ഒരു സോർട്ടിങ്, ഇവിടെ അങ്ങനെ ഒരു സോർട്ടിങ് ഇല്ല. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റും FCFSും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ ആ സോർട്ടിങ് പാർട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ അൽഗോരിതം FCFS ആയി മാറുന്നു. ഇതൊരു സാമ്പിൾ ഡാറ്റയാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഈ സാമ്പിൾ ഡാറ്റ നോക്കുക. ഇവിടെ നമ്മൾ SJFSനകത്ത് കൊടുത്ത അതേ സാമ്പിൾ ഡാറ്റ തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഇവിടെ 5 പ്രോസസ്സ് ഉണ്ട്. ഈ 5 പ്രോസസ്സിന് നമ്മൾ വരുന്ന അറൈവൽ ടൈമിന് ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ 0th ടൈമിൽ ഒരു പ്രോസസ്സും നിലവിൽ ഇല്ല. അടുത്ത്
1 യൂണിറ്റ് ഓഫ് ടൈമിൽ 2 പ്രോസസ്സ് ഒരേ സമയം വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അതേ ഓർഡറിലാണ് നമ്മളിത് സോർട്ട് ചെയ്തിരിക്കുന്നത്. സോർട്ട് ചെയ്തിരിക്കുമ്പോൾ P3 P4 ആദ്യം ഇതിലേക്ക് വരുന്നു, ദെൻ റെഡി ക്യൂയിലേക്ക് വരുന്നു, ദെൻ P3 നേരെ CPU അലോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 8 ആണ്. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 1 യൂണിറ്റ് ഓഫ് ടൈമിലാണ്. അപ്പോൾ 1 + 8 എന്ന് പറഞ്ഞാൽ 9 അത് എൻഡ് ചെയ്യും. അപ്പോൾ 9 വരുന്ന ബാക്കി എല്ലാ പ്രോസസ്സുകളും, അതായത് P1 P5 P2 ഇത് റെഡി ക്യൂയിലേക്ക് വരുന്നു. അവൻ ഈ P3 എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു. ദെൻ P4 ഇതിനകത്ത് CPU യൂസ് ചെയ്യുന്നു. P4 സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 9th യൂണിറ്റ് ഓഫ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ്റെ എക്സിക്യൂഷൻ ടൈം 3 ആണ്. അത് 12 അവസാനിക്കുന്നു. ദെൻ P1 CPU അലോക്കേറ്റ് ചെയ്യുന്നു. P1ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 6 ആണ്. 12 + 6 18 അവസാനിക്കുന്നു. ദെൻ P5 വരുന്നു. P5ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 4 ആണ്. 18 + 4 22 ആണ് P5 എൻഡ് ചെയ്യുന്നത്. ദെൻ P2 ആണ് ലാസ്റ്റ് പ്രോസസ്സ്, അതും കയറുന്നു. P2ൻ്റെ ബസ് ടൈം എന്ന് 2 യൂണിറ്റ് ഓഫ് ടൈമാണ്. അത് 22 + 2 എന്നാണ് 24 എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 0th ടൈമിൽ ഒരു പ്രോസസ്സും ഇല്ല. ആ സമയത്ത് അത് ഐഡിയലായിരുന്നു. P3 എന്ന് പറയുന്ന പ്രോസസ്സാണ് ആദ്യം CPU അലോക്കേറ്റ് ചെയ്യുന്നത്. P3 സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിൻ്റെ എൻട്രി ടൈമും 1 ആണ്. ഇപ്പോൾ CPU ഐഡിയൽ സ്റ്റേജിലിരിക്കുമ്പം ആദ്യം വരുന്ന പ്രോസസ്സിൻ്റെ അറൈവൽ ടൈം ആയിരിക്കും അതിൻ്റെ എൻട്രി ടൈം. ബാക്കി എല്ലാ കേസിലും ഒരു പ്രോസസ്സിൻ്റെ എക്സിറ്റ് ടൈം ആയിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ എൻട്രി ടൈം. ഐഡിയൽ കേസിലിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന പ്രോസസ്സിൻ്റെ അറൈവൽ ടൈം ആയിരിക്കും ആ പ്രോസസ്സിൻ്റെ എൻട്രി ടൈം. ഇത് നമ്മൾ SJFSൽ ചെയ്ത അതേ ഡാറ്റ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. ഇവിടെ നമ്മൾ മിഡിലിൽ, അതായത് ഇട സ്പേസിൽ CPU ഐഡിയൽ സ്റ്റേജിലിരിക്കുന്ന ഡാറ്റയാണ്. ഇത് നമ്മൾ SJFSൽ കൊടുത്തത് തന്നെയാണ്. അത് നമ്മൾ FCFSൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. അത് സെയിം തന്നെയാണ്, പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. വരുന്ന പ്രോസസ്സിന് അറൈവൽ ടൈമിന് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ദെൻ അതിൽ ഓരോ പ്രോസസ്സും അതിൻ്റെ ടൈമിനനുസരിച്ച് റെഡി ക്യൂയിലേക്ക് ലോഡ് ചെയ്യുന്നു. ആദ്യം P4 വരുന്നു, അത് 0 ആണ് എൻ്റെ അറൈവൽ ടൈം. ഫസ്റ്റ് പ്രോസസ്സ് P4 ആണ്. അത് CPU ഉടൻ തന്നെ CPU അലോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 യൂണിറ്റ് ഓഫ് ടൈമിൽ അത് എൻഡ് ചെയ്യുന്നു. അതിനുള്ളിൽ വരുന്ന ബാക്കി എല്ലാ പ്രോസസ്സും, അതായത് P3 P5 P1 റെഡി ക്യൂയിലേക്ക് വരുന്നു. അതിനുള്ളിൽ P4 എക്സിറ്റ് ചെയ്യുമ്പോൾ P3 CPU അലോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് 3 ആണ്. 2 + 3 എന്നാണ് 5 അത് എൻഡ് ചെയ്യുന്നു. 5 എൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 5 താഴോട്ടുള്ള പ്രോസസ്സ് ഉണ്ടോ നോക്കും, ഇല്ല. പിന്നെയുള്ളത് 10 ആണ് അറൈവൽ ടൈം. അപ്പോൾ 10 വരെ ഒരു പ്രോസസ്സും ഇനി ഇതിനകത്ത് പ്രോസസ്സ് ലിസ്റ്റിൽ നിന്ന് റെഡി ക്യൂയിലേക്ക് പോരാനില്ല. അടുത്ത P5 എന്ന് പറയുന്ന പ്രോസസ്സാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. P5 സ്റ്റാർട്ട് ചെയ്യുന്നത് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് 6 അവസാനിക്കുന്നു. ദെൻ അടുത്ത് P1 സ്റ്റാർട്ട് ചെയ്യുന്നു, 6 സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. 6 + 2 8 അവസാനിക്കുന്നു. ഇപ്പം റെഡി ക്യൂ empty ആയി. പക്ഷേ നമ്മൾ പ്രോസസ്സുകൾ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും 3 പ്രോസസ്സ് ബാക്കി കിടപ്പുണ്ട്. അപ്പം നമ്മൾ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ 8 യൂണിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. 9 കഴിയും, 9 10 എത്തുമ്പോൾ 2 പ്രോസസ്സ് ഉണ്ട്, P2 P7. അത് നേരെ P2 ആദ്യം വരും, ദെൻ P7 രണ്ടാമത് വരും. കാരണം P7 10 ആണ്. P2 ആണ് ആദ്യം കിടക്കുന്നത്, P7 രണ്ടാമത് കിടക്കുന്നത്. P2 ആദ്യം വരുന്നു, P7 രണ്ടാമത് വരുന്നു. അതിൽ P2 നേരെ CPU ഫ്രീ ആയതുകൊണ്ട് P2 നേരെ CPU അലോക്കേറ്റ് ചെയ്യുന്നു. P2 സ്റ്റാർട്ട് ചെയ്യുന്നത് 10 കാരണം ഇത് ഐഡിയൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ അറൈവൽ ടൈമാണ് അതിൻ്റെ എൻട്രി ടൈം. P2 സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ടൈം ബസ് ടൈം എന്ന് 2 ആണ്. അത് 12 അവസാനിക്കുന്നു. 12 പ്രോസസ്സുകളൊന്നും ഇനി ബാക്കിയില്ല. അടുത്ത 10 രണ്ടാമത്തെ പ്രോസസ്സ് P7 അലോക്കേറ്റ് ചെയ്യുന്നു. 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റാണ്. 13 അത് അവസാനിക്കുന്നു. ഇനി 13 പ്രോസസ്സുകളൊന്നുമില്ല. ഇനി 14 ഒരു പ്രോസസ്സേ ഉള്ളൂ. അപ്പം വീണ്ടും CPU ഐഡിയൽ സ്റ്റേജിലാവും. 13 40 വരുമ്പോൾ P6 റെഡി ക്യൂയിലേക്ക് വരുന്നു. CPU ഫ്രീ ആയതുകൊണ്ട് ഐഡിയൽ അലോക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് P6 നേരെ എൻട്രി ചെയ്യുന്നു. അത് 14 കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 14 എൻ്റെ എൻട്രി ടൈം.
41 അറൈവൽ ടൈം. അത് ഐഡിയൽ സ്റ്റേജിലിരിക്കുമ്പോഴെല്ലാം എല്ലാ പ്രോസസ്സും ഐഡിയൽ സ്റ്റേജിലിരിക്കുമ്പോഴും അതുപോലെ ബിഗിനിങ് പ്രോസസ്സ് അതിൻ്റെ എല്ലാം എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സുകളുടെ എല്ലാം അറൈവൽ ടൈമാണ്. ബാക്കി എല്ലാ പ്രോസസ്സിനും എൻ്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് പ്രോസസ്സിൻ്റെ എക്സിറ്റ് ടൈമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P2 എക്സിറ്റ് ടൈമാണ്, അത് P3 അതിൻ്റെ എൻട്രി ടൈമാണ്. P3 എന്ന് പറയുന്നത് എൻ്റെ എക്സിറ്റ് ടൈമാണ് 5, P5ൻ്റെ എൻട്രി ടൈം 5 ആണ്. പക്ഷേ P5ൻ്റെ നമ്മൾ അറൈവൽ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. പക്ഷേ അത് CPU എൻട്രി ചെയ്തിരിക്കുന്നത് 5 യൂണിറ്റ് ഓഫ് ടൈം കഴിയുമ്പോഴാണ്. പക്ഷേ ഐഡിയൽ സ്റ്റേജിലിരിക്കുന്ന പ്രോസസ്സുകളെല്ലാം അതാത് ടൈമിൽ തന്നെ അത് എൻട്രി ചെയ്യാം. കാരണം അത് CPU ഐഡിയൽ സ്റ്റേജിലേക്ക് അത് റെഡി ക്യൂവിൽ വരുന്ന ആ മൊമെൻറ്റിൽ തന്നെ അത് CPU അലോക്കേറ്റ് ആവും. ഇതിൻ്റെയൊക്കെ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അറൈവൽ ടൈം മൈനസ് എൻട്രി ടൈം മൈനസ് അറൈവൽ ടൈമാണ് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ. എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ അറൈവൽ ടൈം തന്നെയാണ്. അറൈവൽ ടൈം എൻട്രി ടൈം സെയിം ആയതുകൊണ്ട് ഈ പ്രോസസ്സുകളുടെ ഐഡിയൽ സ്റ്റേജിലിരിക്കുന്നത് ബിഗിനിങ്ങിലിരിക്കുന്ന പ്രോസസ്സിൻ്റെ എല്ലാം റെസ്പോൺസ് ടൈം 0 ആണ്. അതൊരു വെയിറ്റിങ്ങും 0 ആണ്. അപ്പോൾ ഇതാണ് ഒരു മൂന്നാമത്തെ സാമ്പിൾ ഡാറ്റ. ഇത് നമ്മൾ SJFSൽ ചെയ്തത് അതേ ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കാം. ഇത് പ്രോഗ്രാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. കാരണം ഞാൻ എൻ്റെ ഹിൻ്റ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ SJFS FCFS തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SJFSനകത്ത് ഇവിടെ ഒരു റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സുകൾ CPU അലോക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സോർട്ട് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അതേ ഓർഡറിൽ ഒരു സോർട്ടിങ്ങും ഇല്ല. എങ്ങനെയാണോ റെഡി ക്യൂവിലേക്ക് വരുന്നത് അതേ ഓർഡറിൽ അത് CPU അലോക്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സോർട്ടിംഗ് പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ SJFSൻ്റെ സോർട്ടിംഗ് പാർട്ട്, അതായത് നമ്മൾ വൈൽ ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു റിയർ എന്ന് പറഞ്ഞ ഒരു വൈൽ ലൂപ്പുണ്ട്. ആ വൈൽ ലൂപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ SJFSനകത്ത് എഴുതിയിരിക്കുന്ന അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ റെഡി ക്യൂ സോർട്ടിംഗ് ആണ് കിടക്കുന്നത്. ആ പോർഷൻ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ SJFS ഓട്ടോമാറ്റിക്കലി FCFS ആയി മാറും. നിങ്ങളുടെ ആ പ്രോഗ്രാമിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ചേഞ്ച് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഗാൺ ചാർട്ട് മാത്രം പരിശോധിക്കുക. ഗാൺ ചാർട്ട് കറക്റ്റ് ആണെങ്കിൽ ബാക്കി നമ്മളെ കംപ്ലീഷൻ ടൈം, റെസ്പോൺസ് ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം എല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിക്കാം. അതിനു മുമ്പേ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഉബുണ്ടുവിൻ്റെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഇതിന് പാരലായിട്ട് ഞാൻ SJFSൻ്റെയും FCFSൻ്റെയും നമ്മളെ വർക്കിംഗ് പ്രൊസീജിയർ കൂടെ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ SJFൻ്റെ പ്രോഗ്രാം ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. SJF ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് പ്രോസസ്സ് റീഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ പ്രോസസ്സിൻ്റെ അറൈവൽ ടൈമും ബസ് ടൈമും റീഡ് ചെയ്യുന്നതാണ് ഈ പോർഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഈ സ്ട്രക്ചർ അറേയുടെ നമ്മൾ പ്രോസസ് ലിസ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കുന്നു. അത് PQ എന്ന പേരിൽ, കാരണം അതിനെ നമ്മൾ സോർട്ട് ചെയ്യാണ്. മറ്റേത് PQ ഒറിജിനലും PQനകത്ത് സോർട്ട് ചെയ്ത് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ PQനകത്തോട്ട് Pയുടെ ഒരു കോപ്പി വയ്ക്കുന്നു. Pയിലാണ് ആദ്യം പ്രോസസ്സ് എല്ലാം റീഡ് ചെയ്യുന്നത്. ദെൻ PQനകത്തോട്ട് ഇതിൻ്റെ ഒരു കോപ്പി വയ്ക്കുന്നു. ദെൻ PQനെ നമ്മളങ്ങ് സോർട്ട് ചെയ്യുന്നു. അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സോർട്ടിങ് ഇതിങ്ങനെ അറൈവൽ ടൈമിന് ഇത് ആക്ച്വൽ Pയിൽ ഇതാണ് ഇരിക്കുന്നത്, PQയിൽ ഇതുമാണ് ഇരിക്കുന്നത്. ഈ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നതെന്ന് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ഇനിഷ്യൽ സ്റ്റേജിലുള്ള പ്രോസസ്സുകളെല്ലാം നമ്മൾ റെഡി ക്യൂവിനകത്തോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഈ പോർഷൻ നടക്കുന്നത്. ഇത്രയും പോർഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ 0th ടൈമിൽ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ P4 ആ P4 0th ടൈമിൽ വേറെ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മോർ ദാൻ 1 പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റെഡി ക്യൂവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ആൾറെഡി മറ്റേതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നാണ് നമ്മൾ
SJFS ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം ആരംഭിക്കുന്നത് വൈൽ ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു റിയർ. അതായത് നമ്മൾ റെഡി ക്യൂ MD ആകുന്ന കണ്ടീഷൻ വരെ ആണ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. MD ആയാലും പോരാ എന്നുള്ളത് നമ്മൾ താഴെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. MD ആയാലും പോരാ, ബാക്കി പ്രോസസ് ലിസ്റ്റ് MD ആണോ എന്നും കൂടെ നോക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ റിയർ ഇസ് ഈക്വൽ ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ റെഡി ക്യൂ MD ആണെങ്കിൽ പ്രോസസ് ഇൻഡെക്സ് നോട്ട് ലെസ് ദാൻ NOP, അതായത് നമ്മുടെ പ്രോസസ് ലിസ്റ്റ് MD ചെയ്തിട്ടുമില്ല എങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിനെ കൂടെ റെഡി ക്യൂയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്തായാലും വൈൽ ലൂപ്പ് എൻഡ് ചെയ്യണത് വൈൽ ഫ്രണ്ട് നോട്ട് ഈക്വൽ നമ്മൾ റെഡി ക്യൂ MD അല്ല എങ്കിൽ ഇനി പറയുന്ന പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ചെയ്യുന്നത് SJFSന് ആദ്യം ചെയ്യുന്നത് ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബസ് ടൈമിനെ ബേസ് ചെയ്ത് അസെൻഡിങ് ഓർഡറിൽ ഈ പ്രോസസ്സുകളെ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ലോവസ്റ്റ് ഫസ്റ്റ് ടൈമുള്ള പ്രോസസ്സിനെ ആദ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സോർട്ടിങ് നമ്മൾ വയ്ക്കുന്നത്. ഈ സോർട്ടിങ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ SJFS FCFS ആയി മാറും. അപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ മുതൽ ഇതുവരെയാണ് നമ്മൾ സോർട്ടിങ്. ഇത്രയും പോർഷൻ കമൻറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് FCFS SJFS FCFS ആയി മാറും. അപ്പോൾ ഞാനിത് ഈ പ്രോഗ്രാമിനെ അതുപോലെ റീറ്റെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തിട്ട് ആ പ്രോഗ്രാമിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഞാൻ CP SJF.C FCFS.C എന്നിട്ട് ആ ഫയലിനെ ഓപ്പൺ ചെയ്യാം. നാനോ FCFS.C സെയിം പ്രോഗ്രാം തന്നെയാണ് ഇത്. SJFSൻ്റെ സെയിം പ്രോഗ്രാം. ഇവിടെയാണ് നമ്മൾ ലൂപ്പ് ആരംഭിക്കുന്നത്. ഇതാണ് സോർട്ടിങ്. ഈ പോർഷൻ ഞാനതൊന്ന് കമ്പൈൻ ചെയ്യുന്നു. ഈ പ്രോഗ്രാം FCFSൻ്റെ പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ സേവ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഞാൻ കമ്പൈൽ ചെയ്യാം. CC FCFS.C ഞാനതിന് FCFS എന്ന് പറഞ്ഞ ഒരു എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റാം. O കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫയലിന് പുതിയ പേര് കൊടുക്കുക എന്നുള്ള. കമ്പൈൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഫയലിന് പുതിയ പേര് കൊടുക്കാൻ. നോർമലി CC അല്ലെങ്കിൽ GCC FCFS.C എന്ന് പറഞ്ഞാൽ .out എന്ന് പറഞ്ഞ പേരിലായിരിക്കും നമ്മളൊരു എക്സിക്യൂട്ടബിൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഞാൻ അങ്ങ് മാറ്റി FCFS എന്ന് പറഞ്ഞ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റണം. അതിന് ഞാൻ CC FCFS.C -O ദെൻ ഔട്ട്പുട്ട് ഫയലിന് പുതിയൊരു പേര് കൊടുക്കുകയാണ്. .outന് പകരം പുതിയൊരു പേര് FCFS എന്ന് പറഞ്ഞ പേരിലായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ ഞാൻ ആ SJFSനെയും SJF.C ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെയും ഞാൻ ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് SJFS എന്ന് പറയുന്ന പേരിലേക്ക് SJF എന്ന പേരിലേക്ക് മാറ്റുന്നു. രണ്ടും കമ്പയർ. ഒന്ന് SJF എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടബിൾ ഫയൽ, FCF എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടബിൾ ഫയലും ഉണ്ട്. ഇനി ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നിൽ സോർട്ടിംഗ് ഉണ്ട്, ഒന്നിൽ സോർട്ടിംഗ് ഇല്ല. സോർട്ടിംഗ് പോർഷൻ കമൻറ്റ് ചെയ്തതാണ് FCFSന്. രണ്ട് സെയിം, ബാക്കി എല്ലാ പോർഷനും സെയിം ആണ്. അപ്പോൾ ഞാനിത് FCFSൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്. SJFSൻ്റെ ആ പ്രോഗ്രാമിനെ ഞാനൊന്ന് SJF വഴി റൺ ചെയ്യണം. നമ്പർ ഓഫ് റോസ് 5 ദെൻ 2. ഇത് നമ്മൾ ചെയ്തത് തന്നെയാണ്. 2 6 5 2. അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയാം. ഗാൻ ചാർട്ട് നോക്കിയാൽ മതി എന്താണ് വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് സെയിം ഡാറ്റ നമ്മൾ FCFSനകത്ത് കൊടുത്ത് നോക്കുക. ഇവിടെ നമ്മൾ ഗാൻ ചാർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 0 ഇതാണ് ഗാൻ ചാർട്ട്. 043 അത് തന്നെ 043 3P19 0P43 3P19 3P19 then 9P211 9P211 then 11P515 11P515 then 15P323. ഇതാണ് നമ്മൾ SJFനകത്ത് കറക്റ്റായിട്ട് വന്ന ഔട്ട്പുട്ട്. ഇനി ഇതേ ഡാറ്റ നമ്മൾ SJFSനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോസസ്സ് ഇതാണ്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് അതിനകത്തോട്ട് കൊടുത്ത് നോക്കാം. ഞാൻ അതുകൊണ്ട് FCFS റൺ ചെയ്യാം.
നമ്പർ ഓഫ് പ്രോസസ്സ് 5. ഇവിടെ കൊടുക്കുന്ന അതേ ഡാറ്റ തന്നെയാണ് ഈ ഇരിക്കുന്നത്, അത് ഞാൻ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇതേ ഗാൺ ചാർട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സോർട്ടിംഗ് പാർട്ട് മാറ്റിയപ്പോൾ SJF FCFS ആയി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 26.5.2.18.03.44 ഉണ്ടല്ലേ. ഇവിടെ കൊടുത്ത അതേ ഡാറ്റ SJFന് കൊടുത്ത അതേ ഡാറ്റ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. റൺ ചെയ്യുന്ന പ്രോഗ്രാം FCFS ആണ്. ഇതിൻ്റെ ഗാൺ ചാർട്ട് നോക്കുക. മറ്റതിൻ്റെതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കുക. അതല്ലേ 0P43 അടുത്ത 3P311 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മറ്റതിനകത്ത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിനകത്ത് 3P19 ആണ് വന്നിരിക്കുന്നത്. അവിടെ P1 ആണ് ലോവസ്റ്റ് ബസ് ടൈമുള്ള പ്രോസസ്സ്, അതുകൊണ്ട് അത് P1 ആദ്യം റൺ ചെയ്തു. ഇവിടെ നമുക്ക് P3 ആണ് ആദ്യം വന്നത് P3 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം P4 കഴിഞ്ഞാൽ അടുത്തം വന്നിരിക്കുന്നത് P3 ആണ്. ആ P3 ആണ് റൺ ചെയ്തത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P4 കഴിഞ്ഞാൽ അടുത്ത് വന്നിരിക്കുന്നത് അടുത്ത ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ P1 വന്നത്. എന്നാൽ ഇവിടെ P4 0 വന്ന് അത് കഴിഞ്ഞ് P3 വരുന്നു. അത് പോകുന്ന ടൈം 3 ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഇതിനകത്ത് ആൾറെഡി കയറിയിട്ട് P3 P1 കൂടെ സോർട്ട് ചെയ്തിട്ട് P1 ലോവസ്റ്റ് ആയതുകൊണ്ട് P1 ആദ്യം കയറി വരും. അതുകൊണ്ടാണ് P1 ഇവിടെ ആദ്യം വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഈ പ്രോസസ്സിനകത്ത് P4 ആദ്യം കയറി വരുന്നു. ദെൻ P3 എന്ന് പറഞ്ഞാൽ രണ്ടാമത് 1, അതിൻ്റെ അറൈവൽ ടൈം 1 ആണ്. അതുകൊണ്ട് അത് P3 വന്നു കഴിഞ്ഞാൽ P3 നേരെ ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗാൺ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 3P311, 11P1 17, 17P5 21, 21P2 23. അപ്പം ഈ ഗാൺ ചാർട്ടും ഡിഫറൻ്റ് ആണ്. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്ത സമയത്ത് നമ്മൾ സാമ്പിൾ ഡാറ്റ എടുത്തപ്പോൾ നമ്മൾ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സാമ്പിൾ ഡാറ്റ കൊടുത്ത് നോക്കാം. ഈ ഡാറ്റ കൊടുത്ത് നോക്കാം. ഈ FCFSൽ കൊടുത്ത് നോക്കാം. FCFSൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ 5 തന്നെയാണ്. 26.5.2.18.1.3.4.4. ഓക്കെ, ഇതിൻ്റെ ഗാൺ ചാർട്ട് നോക്കാം. ഇവിടെ നമ്മൾ 0.1ൽ ഒരു പ്രോസസ്സും ഇല്ല, ഐഡിയലാണ്. അവിടെ 0.1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇല്ല. ദെൻ 1P39, അടുത്തത് 9P412, 12P118, അടുത്തത് 18P522, ദെൻ 22P224. അപ്പോൾ ഈ സെക്കൻഡ് ഡാറ്റയിലും ഈ FCFS ആ സോർട്ടിംഗ് പാർട്ട് റിമൂവ് ചെയ്തപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ SJFൽ മറ്റേത് തന്നെയാണ് വരുന്നത്. നമുക്കിനി ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൾറെഡി മറ്റേ പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്തപ്പം കിട്ടിയ പ്രോഗ്രാം തന്നെ ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത സാമ്പിൾ ഡാറ്റ ഇവിടെ കൊടുത്ത് നോക്കാം. ഈ ഡാറ്റ കൊടുത്ത് നോക്കാം. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡാറ്റ. SJFനകത്ത് നമ്മൾ കൊടുത്തത്. ഇത് നമുക്ക് FCFSനകത്ത് കൊടുത്ത് നോക്കാം. ഇവിടെ 7 ആണ്. 7 പ്രോസസ് ഉണ്ട്. 2, 2, 10, 2, 1, 3, 0, 2, 1, 1, 14, 2, 10, 1. ഇവിടെ നമ്മൾ ഗ്യാപ്പ് വരുന്നുണ്ട്. ഐഡിയൽ സ്റ്റേജിൽ 2 ടൈമിൽ ഇരിക്കുന്നുണ്ട്. അത് ഇതേ ഗാൺ ചാർട്ട് തന്നെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല, 0P42, 2P35, 5P5 6, 6P18, then 10P2 12, P7 13, then 14P6 16. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ 10ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ P1 6P18 6P18 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐഡിയൽ സ്റ്റേജിലിരിക്കുന്നു. കാരണം ആ ഐഡിയൽ സ്റ്റേജ് കഴിഞ്ഞ് 10ലാണ് എൻട്രി ടൈം വരുന്നിരിക്കുന്നത്.
അപ്പോൾ സെയിം ഗാൺ ചാർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഈ പ്രോഗ്രാം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ പ്രോഗ്രാം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എസ് ജെ എഫിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ ആ സോർട്ടിംഗ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രോഗ്രാം FCFS ആയി മാറും. ഈ പ്രോഗ്രാമിൽ ഈ ഇത്രയും പോർഷൻ എടുത്ത് കളഞ്ഞാൽ മതി, അത് FCFS ആയി മാറും. അത് നമുക്ക് ആ പ്രോഗ്രാം അങ്ങനെ അങ്ങ് മാറ്റുക.